ജയിത്താന് പറഞ്ഞ ഈ നാട്ടിൽ ലഹരയുണ്ടാക്കി ഓളെ കൂടെ പൊറുപ്പിക്കാൻ തുനിഞ്ഞാ പിന്നെ തന്റെ അമ്മയ്യത്ത ചത്താല് ശരി പാപ്പ. കാഞ്ചന മൊയ്തീന്റെ പെണ്ണ. അത് ആ ഡയലോഗ് ഡെലിവറിക്ക് ഭയങ്കര ഒരു 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 ഇതില്ലേ, ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലേ, മാസ് പറയുന്ന പോലെ. ചത്താലും ശരി വാപ്പ, കാഞ്ചന മൊയ്തീനുള്ളതാ. കുറച്ച് പോസ് ഒക്കെ എടുത്തിട്ട് ചത്താലും ശരി വാപ്പ, കാഞ്ചന മൊയ്തീനുള്ളതാ, ഇങ്ങനെ പറഞ്ഞൂടെ? അല്ലേ? ഈ നാട്ടിൽ ലഹരയുണ്ടാക്കി ഓളെ കൂടെ പൊറുപ്പിക്കാൻ തുനിഞ്ഞാ പിന്നെ തന്റെ അമ്മയ്യത്ത ചത്താല് ശരി പാപ്പ. ചത്താലും ശരി വാപ്പ, അങ്ങനെ പറഞ്ഞൂടെ? ചത്താലും ശരി വാപ്പ, കാഞ്ചന മൊയ്തീനോ. കാഞ്ചന മൊയ്തീന്റെ പെണ്ണ. ഇത് ഓവർ റേറ്റഡ് മൂവിയാന്ന് പറയുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എടുത്തു വെച്ചേക്കുന്ന രീതിയാണ് ഓവർ റേറ്റഡ്. ഒരുമാതിരി സെക്കൻഡ് ഹാഫിൽ ഭയങ്കര 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 ഇതുണ്ട്. ആ എന്തൂട്ടാ സെറ്റപ്പ്? എന്തൂട്ടാ? ഹലോ, എന്ത് മുട്ടയാന്നോ? എന്തൂട്ടാ സെറ്റപ്പ്? എന്താണ് പരിപാടി? പരിപാടി ഇവിടെ ഞാനിപ്പോ പ്ലേറ്റ് വാങ്ങിച്ചിട്ട് ഡാൻസ് കളിക്കാം. ആ, നല്ല കാര്യം വരുത്തട്ടെ. നീ എന്താ പരിപാടി? എടാ കണ്ണാപ്പി, നീ എന്റെ ഒരു ഷെയർ നോക്കി ഒരു മിനിറ്റ്. ഞാനൊരു ഡെയർ തരാം, 500 രൂപ തരാം. 500 രൂപ അല്ല, 200 രൂപ തരാവേ. പെണ്ണെ കാണാവോ? 50 ഉണ്ടോ അവിടെ? ആ, അപ്പൊ 50 ചലഞ്ച്. ഒരു മിനിറ്റ്. ഈ ഡയലോഗ് ആദ്യം കേട്ടു നോക്കുക. ജയിത്താന് പറഞ്ഞ ഈ നാട്ടിൽ ലഹരയുണ്ടാക്കി ഓളെ കൂടെ പൊറുപ്പിക്കാൻ തുനിഞ്ഞാ പിന്നെ തന്റെ അമ്മയ്യത്ത ചത്താല് ശരി പാപ്പ. കാഞ്ചന മൊയ്തീന്റെ പെണ്ണ. അത് നിനക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നിയോടാ കണ്ണാപ്പി? എന്ത്? എവിടെ? ചത്താലും ശരി വാപ്പ, കാഞ്ചന മൊയ്തീന്റെ പെണ്ണാന്ന് പറയുന്നത്. ജയിത്താന് പറഞ്ഞ ഈ നാട്ടിൽ ലഹരയുണ്ടാക്കി ഓളെ കൂടെ പൊറുപ്പിക്കാൻ തുനിഞ്ഞാ പിന്നെ തന്റെ അമ്മയ്യത്ത ചത്താല് ശരി പാപ്പ. കാഞ്ചന മൊയ്തീന്റെ പെണ്ണ. അതൊരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നിയെങ്കിൽ കണ്ണാപ്പി അതെങ്ങനെ പറയും എന്നുള്ളത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഓൺ സ്പോട്ട് 300 രൂപ ജീപ്പൻ. ഫേസ് ക്യാം ഉണ്ടല്ലോ ലൈവിനകത്ത്. ലൈവാ? അതല്ല, അത് ലൈവ് നോക്കിയാൽ പോരാ. ഞാനിപ്പോ എങ്ങനെ പറയാനാ? നമ്മളിപ്പോ പറയാലോ, ചത്താലും ശരി വാപ്പ, കാഞ്ചന മൊയ്തീന്റെ പെണ്ണ എന്ന് പറയുന്ന നല്ല കണക്ക് പറഞ്ഞാ മതി. അല്ല, അത് അവിടെ ആർട്ടിഫിഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഡയലോഗാണ് ഡയലോഗ് ഡെലിവറിയാണ് ആർട്ടിഫിഷ്യാലിറ്റി. ഇതൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ, നീ അല്ലേ കണ്ണാ പറയുന്നത്? നിനക്ക് ഇതൊന്നും വലിയ പുത്തരി കേസല്ല. നീ തുണി ഊരി വേണേ ഡാൻസ് കളിക്കാം. എന്നാ പറ. ഞാൻ അഭിനയിച്ചു. ക്യാമറ വലുതാക്കണേ പ്ലീസ്. ക്യാമറ കുറച്ച് വലുതാക്കണം. ക്യാമറ ഒന്ന് വലുതാക്കണേ പ്ലീസ്. ചിരിക്കല്ലേ, ഞങ്ങൾ ചിരിപ്പിക്കല്ലേ? സീരിയസ് ഡയലോഗ് പറയുന്നതാണ്, അപ്പൊ ചിരിയൊന്ന് മാറ്റണം. കറക്റ്റ് മൊയ്തീനല്ലേ? ഒരു മിനിറ്റ് മോനെ മിണ്ടല്ലേ. കറക്റ്റ് മൊയ്തീനല്ലേ? ഒരു മിനിറ്റ് മിണ്ടല്ലേ. ഞാൻ പറഞ്ഞു പറ്റില്ല, അതുപോലൊക്കെ ഇരിക്കും. ഇല്ല, കുഴപ്പമില്ല, നീ പറ. ക്യാരക്ടറിലോട്ട് വരണേ. ഒരു മിനിറ്റ് മോനെ, മിണ്ടല്ലേ. ഇതെവിടാ ഇത് പ്ലേ ആവുന്നതാണെന്ന്? കണ്ണാപ്പി ബിജെയുടെ ബാക്കില് ഇട്ടേക്കാണോ? അപ്പൊ ഫീല് കിട്ടും, മനസ്സിലായിരുന്നു അവന്റെ ഉള്ളിലെ. അപ്പൊ ഫീല് കിട്ടും, അവനാര് മിസ്സിങ് കിട്ടും. ഊമ്പിക്കല്ലേ, ഒരുപാടൊക്കെ ഫീലിങ്സ് ആക്കല്ലേ എന്നെ. കണ്ണൻ ചോപ്പൻ പാട്ടിട്ടുണ്ട് ബീജൊക്കെ.
ആ പറഞ്ഞ ചേട്ടാ. പറ 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 അയ്യോ ഡയലോഗ് എന്തായിരുന്നു? ചത്താലും ശരി ആഹാ കാഞ്ചന മൊയ്തീന്റെ പെണ്ണ. ചത്താലും ശരി ആഹാ കാഞ്ചന മൊയ്തീന്റെ പെണ്ണ. ഓക്കെ ചത്താലും ശരി പാപ്പാ കാഞ്ചന മൊയ്തീന്റെ പെണ്ണ. കുറച്ച് ഇമോഷണൽ ആവടാ. കുറച്ച് ഇമോഷണൽ ആവടാ. കുറച്ച് അത് ഈ അമ്പത്തൂരിന്റെ ഒക്കെ ശബ്ദം കേൾക്കുമ്പോ ചിരി വരത്തില്ലേ? മിണ്ടാരി മിണ്ടാരി അമ്പത്തൂര് മിണ്ടാരി ഇമോഷണൽ ആവില്ല. ചത്താലും ശരി പാപ്പാ കാഞ്ചന മൊയ്തീന്റെ പെണ്ണ. ഇതൊരുമാതിരി വീട്ടിൽ പൊറോട്ട കൊണ്ടുവരാൻ അച്ഛനടുത്ത് സംസാരിക്കുന്നതിനൊക്കെ. എടാ ഒരു പ്രേമമാടാ. ആ പെണ്ണ് നിന്റെ കയ്യിൽ നിന്ന് പോവാ. നിന്റെ വാപ്പ സമ്മതിക്കുന്നില്ല. കൊല്ലാൻ വേണ്ടി നിൽക്കുവോ നിന്റെ വാപ്പ. മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് സോറി. ഒരു മിനിറ്റ് മ്യൂട്ട് ചെയ്തേക്കോ. ആ കേക്കാവോ? എടാ ഉള്ളീന്ന് വരട്ടടാ. ഉള്ളീന്ന് ഇത് 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 നമ്മടെ വാപ്പ കൊല്ലാൻ വേണ്ടി നിൽക്കുവോ നിന്നെ. മനസ്സിലായോ? കൊല്ലൂന്ന് അറിയത്തില്ല. പക്ഷെ പെണ്ണ് കയ്യിൽ നിന്ന് പോയി. കാഞ്ചന കയ്യിൽ നിന്ന് പോയി. ഞാൻ റെഡിയാക്കാം. ഒരു സെക്കൻഡ് മോനെ. ഉള്ളീന്ന് വരുത്തി ഞാൻ ശരിക്കും കരേണ്ടി വരും. അതുകൊണ്ട് ഒത്തിരി ഉള്ളീന്ന് വരുത്തണ്ട. അത് കുഴപ്പമില്ല. നീ വീട് വരുത്ത് ഹലോ എന്ത് കരയണോ? എടാ ഒരു മിനിറ്റ് കണ്ണാപ്പി ഞാനൊരു കാര്യം പറയട്ടെ. കണ്ണാപ്പി ഡിസ്കോഡ് ഇടുവാടാ. എനിക്ക് ലൈവ് ഇത് നോക്കിട്ട് ഇരിക്കാൻ വയ്യ. അത് ഡിസ്കോഡ് ഇട്ട് തരാമല്ലോ ശരത്തേട്ടന്. ഡിസ്കോഡ് ഇട്ടതാ. അത് ശരത്തേട്ടൻ എന്തിനാ ലൈവ് ഇട നോക്കുന്നേ? ഡിസ്കോഡ് ഇട്ടതാ. നോക്കട്ടെ. ഒരു മിനിറ്റ്. കണ്ണാപ്പി രാത്രി എന്റെ കൂടെ കളി കാണാൻ വരത്തില്ലടാ? ഇല്ല. ഞാൻ നേരെ ഇവിടെ ഒരു പറമ്പുണ്ട്, ഇവിടെ പോയ കളി കാണുന്നത്. അതാണ് ഒറ്റയ്ക്കാണല്ലോടാ. ഞാൻ ഒറ്റയ്ക്കാണല്ലോടാ. ഫൈനല് വീട്ടിൽ ഇരുന്ന് കാണാൻ വൈബില്ല. എല്ലാരും പുറത്തൊക്കെ പോയാണോ കാണുന്നത് അതോ എന്താണ്? എടാ ഇവിടെ വട്ടിയൂർക്കാവിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഞാൻ വരായിരുന്നു. വട്ടിയൂർക്കാവ് സ്ഥലത്തുണ്ട്. ഞാൻ തപ്പിത്തരാം. എന്നാ മോനെ ഇട്. ആക്ഷൻ. ചത്താലും വാപ്പ ചിരിച്ചോണ്ടാന്നല്ലോ പറയുന്നത്. വാപ്പ എടുത്ത് പെണ്ണ് പോകുന്നത് ചത്താലും വാപ്പ. എടാ ഇതൊരുമാതിരി SSLCക്ക് റാങ്ക് കിട്ടിയതല്ല. എടാ കുറച്ച് ഭാവ വ്യത്യാസം വരട്ടാ. കുറച്ച് ഇമോഷൻ ഫീല്. ഒന്നുകൂടെ ഇത് ഈ അമ്പത്തൂരിന്റെ ഒക്കെ കാണുമ്പോഴേ ചിരി വരുന്ന സ്ഥലത്തോട്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെയാണ് അമ്പത്തൂര് ചിരിക്കല്ലേ. അമ്പത്തൂർ കുറച്ചു നേരം ഒരു 5 മിനിറ്റ് അമ്പത്തൂര് മിണ്ടായിരിക്കണേ. പ്ലീസ്. ചത്താലും പാപ്പ കാഞ്ചന മൊയ്തീന്റെ പെണ്ണ. കാഞ്ചണ്ണയോ? എടാ ഇത്ര പോസ് വേണ്ട. കാഞ്ചണ്ണ മൊയ്തീനുള്ളതാണോ? ഏത് കാഞ്ചണ്ണ? എടാ ഇത്രയും പോസ് വേണ്ട. അവിടെ കുറച്ച് പോസ് മതിടാ. അത് വിഷയമായിരുന്നു. കാഞ്ചണ്ണയായി പോയതല്ലേ? കാഞ്ചണ്ണയായി പോയി. പക്ഷേ കാഞ്ചമ്മ മൊയ്തീനുള്ളതാണ്. ഏത് കാഞ്ചമ്മ? അല്ലല്ല അമ്പത്തൂരെ ഇപ്പൊ ഇത് ഓണാക്കണം കേട്ടോ. അല്ല ഡിസ്കോഡി ഫോണിൽ നിന്ന് ക്യാമറ ഓണാക്കി വന്നാൽ മതി. അല്ല വേണ്ട ക്യാമറ വേണ്ട. നീ സൗണ്ട് മാത്രം ഇട്ടാ മതി. കുഴപ്പമില്ല. ബാപ്പയുടെ ഡയലോഗ് മോന്റെ ഡയലോഗ് പറഞ്ഞാ മതി. പറടാ. സീരിയസ് ആവണം. ചത്താലും വാപ്പാ അവൾ എന്റെ പെണ്ണ. കാഞ്ചന അതാ ഫ്ലോയ്ക്ക് അതല്ലേ ഇരുന്നിട്ടാ. സീരിയസ് ആവണേ. ചത്താലും വാപ്പാ കാഞ്ചന മൊയ്തീന്റെ പെണ്ണ.
അങ്ങനെ എടാ എടാ ഇടാ ഇതേ ഒന്നുമില്ലടാ ഒന്നുമില്ല എടാ ഇത് കറക്റ്റല്ലേ കറക്റ്റല്ലേ കുറച്ച് വികാരമാടാ. ഇങ്ങനെ ചത്താലും ശരി വാപ്പാ കാഞ്ചന മൊയ്തീന്റെ പെണ്ണ അങ്ങനെ പറയണം. ഇതൊരുമാതിരി ചത്താലും ശരി വാപ്പാ കാഞ്ചന മൊയ്തീന്റെ പെണ്ണ എന്ന് പറയുന്ന കണക്കുണ്ട്. ശരത്തേട്ട ഇതിപ്പോ നമുക്കൊരു വിഷമം വരണ്ടേ ഇതൊക്കെ? ഈ വിഷമം വരുത്ത് നടന്നൊക്കെ വന്ന് വേണേ പറഞ്ഞു അതൊക്കെ ഒരു റിയാലിറ്റി ആയിരിക്കും. വിഷമം വരുത്ത് ആണോ? അമ്പത്തൂരേ വിഷമം വരുത്തുന്നുണ്ട്. എന്റെ അണ്ണു ഇത്രയൊക്കെ എന്റെ ഈ അണ്ണു അമ്പത്തൂരൊക്കെ വീശിയിരിക്കുമ്പോ ഇവന്റെ ഒക്കെ ശബ്ദം ഞാൻ മ്യൂട്ട് ചെയ്തു. 2:30 മണി ആ മ്യൂട്ട് ചെയ്താലും അണ്ണു അവന്റെ ഞാൻ ഇച്ചിരി സ്ലോ മോഷനിലായിരിക്കും പറഞ്ഞേ. പറവാപ്പാ ഏത് പറവാ ആരുടെ പറവാ പോടാറങ്ങി ഡയലോഗ് തെറ്റിയതല്ലേ അണ്ണു? പറവയാ അല്ല എന്തേത് പറവാപ്പാന്നല്ല പറവാപ്പാന്ന് ചത്താലും ശരി വാപ്പാ കാഞ്ചന എന്റെ മൊയ്തീന്റെ പെണ്ണ അല്ല പറവയാ. ഇനി പൃഥ്വിരാജിന്റെ അഭിനയിക്കാൻ പോകുന്നത്. എന്റെ ജീവിതത്തിൽ അത്ര അഭിനയിച്ചിട്ടില്ലായിരുന്നടാ. ചത്താലും വാപ്പാ ആരുടെ വാപ്പ എത്തടാ ഈ ആരുടെ വാപ്പ ചത്തേ ആരുടെ വാപ്പ ചത്തേ ചത്താലും വാപ്പയോ ഏത് വാപ്പ എടാ ചത്താലും ശരി വാപ്പാ ചത്താലും ശരി വാപ്പാ കാഞ്ചന മൊയ്തീന്റെ പെണ്ണ. ആ ചത്താലും ശരി വാപ്പാ കാഞ്ചനമാല. ഏത് കാഞ്ചനമാല ഏത് മാല കാഞ്ചനമാലയോ അങ്ങനെ ഫുൾ നെയിം പറയത്തില്ലടാ മൊയ്തീൻ എടാ നീ സ്നേഹിക്കുന്ന പെണ്ണിനെ മറ്റേ ഫുൾ നെയിം വിളിക്കുവോ നീ? വിളിക്കും പിന്നെ കാഞ്ചന. ഓക്കെ ലാസ്റ്റ് ചത്താലും ശരിയപ്പാ കാഞ്ചന മൊയ്തീന്റെ പെണ്ണ. അപ്പോഴത്തേക്കും 2 മഴയും കഴിഞ്ഞ് ഇടിയും വെട്ടി നീ ഒന്ന് പോയടാ ഇറങ്ങി. കോമഡി വേഷം ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. ഫീലിങ്സ് വേഷം പറഞ്ഞിട്ടുള്ളൂ. ഫീലിങ്സ് വേഷം പറഞ്ഞു അമ്പത്തൂരെ ചത്താലും ശരി വാപ്പാ രാത്രി 2 മണിയാവണം. ഫീലിങ്സ് വേഷം ശരി വാപ്പ കാഞ്ചനമാല മൊയ്തീനുള്ള കാഞ്ചന മൊയ്തീന്റെ പെണ്ണ. പിന്നെ ബീജെ എന്തായാലും വെച്ച് ചെയ്തിട്ട് പോവാൻ നോക്കണം. ബീജം കൂടി ഇനി ചത്താലും ശരി വാപ്പ കാഞ്ചനമാല അമ്പത്തൂരില്ല ഒരട്ട ചത്താലും ശരി വാപ്പ കാഞ്ചനമാല മൊയ്തീന്റെ പെണ്ണ. ഞാൻ പോയി എടാ അമ്പത്തൂരെ എന്തുവാടാ ഇത്? ഞാൻ അഭിനയിക്ക് ഇടയ്ക്ക് ഷോർട്ട് ഫിലിമിലൊക്കെ 2 റോള് ചെയ്തിട്ടുണ്ട്. വെള്ളം ചത്താലും പാപ്പ കാഞ്ചമ്മ മൊയ്തീന്റെ പെണ്ണ. അത് വിറ്റായിരുന്നു കേട്ടോ. ചത്താലും ശരി പാപ്പ കാഞ്ചമ്മ മൊയ്തീന്റെ പെണ്ണ. അയ്യോ